മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മനസ്സിലാക്കിയെടുത്തോളം ഒരു പതിറ്റാണ്ട് പിന്നിട്ട് അതിന്റെ ബാല്യകാലം കേരളത്തിൽ വളരെ ഭംഗിയാക്കിക്കൊണ്ട് കൗമാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് ഇതിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് വളരെ ഹാർഡ് വർക്ക് തന്നെയാണ് എല്ലാവരുടെയും. മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണവും പഠനവും ഹാർഡ് വർക്കും ഒരു ഭാഗത്ത്, ട്രെയിൻഡ് ആയിട്ടുള്ള ലീഡേഴ്സ്, ട്രെയിൻഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ നല്ല നോളജ് നേടിയെടുത്തുകൊണ്ടുള്ള ഒരു നല്ല ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ഒരു വിപണന രീതിയും നല്ല ഉൽപ്പന്നങ്ങളും കൂടി ആയപ്പോ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിൽ ജനസ്വീകാര്യത വർദ്ധിച്ചു. ജനങ്ങളുടെ മനസ്സിൽ കിടക്കാൻ ആ ഉൽപ്പന്നങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നമ്മൾ നോക്കുകയാണെങ്കിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല എന്നാണ് അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സമയം അനുവദിക്കാത്തതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാഷ്ട്രം ഒരു വലിയ രാഷ്ട്രമാണ്. നമ്മുടെ ജനസംഖ്യ 140 കോടിയിൽ പരം ജനസംഖ്യയുണ്ട്. നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, ഒരു വിഷയം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ്. തൊഴിലില്ലായ്മയുടെ തോത് വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാർ എന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാരിന് ആവില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വാസ്തവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ നാനാ തുറയിലുള്ള ആൾക്കാരെ, അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരായതും അല്ലാത്തതുമായ ചെറുപ്പക്കാരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ യുവാക്കളെ ആകർഷിക്കാൻ ഒരു പദ്ധതി തുടക്കമിട്ട് കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ഒരു മാതൃകയായിട്ടുള്ള ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു മാതൃകയായിട്ടുള്ള സംരംഭമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് SDO ട്രേഡ് യൂണിയൻ പല പ്രാവശ്യം ഗവൺമെന്റിന് ശപഥം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി ബഹുമാനപ്പെട്ട GR അനിൽ സാറിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, +2 തലം മുതൽ മറ്റ് സംസ്ഥാനത്തൊക്കെ ഉണ്ട്, കേരളം നമ്മുടെ തമിഴ്നാട് സംസ്ഥാനത്തുണ്ട്, മറ്റ് സംസ്ഥാനത്തൊക്കെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് പാർട്ടി വിഷയമാണ് പല സ്ഥലങ്ങളിലും. നമ്മുടെ കേരളത്തിൽ ഓൾറെഡി മാർഗരേഖ കഴിഞ്ഞ 2025 19 ഫെബ്രുവരി ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. നല്ല മാർഗരേഖയുണ്ട്. +2 തലം മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതൊരു പാർട്ടി വിഷയമാക്കി മാറ്റാൻ പറ്റിയാൽ ഇവിടുത്തെ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സാധിക്കും എന്ന് ഉറപ്പാണ്.